എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷനിൽ എങ്ങനെയാണ് വിദ്യാർത്ഥികൾ പങ്കെടുക്കേണ്ടത് എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കും സംശയമുണ്ട്. അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ഉത്തരം, അതുപോലെ തന്നെ എങ്ങനെയൊരു പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് സ്പോട്ട് അഡ്മിഷനിൽ എങ്ങനെയാണ് അഡ്മിഷൻ ലഭിക്കുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഇതുവരെ നിങ്ങൾ പോളിടെക്നിക്കിൽ അപേക്ഷിച്ച ഒരു വിദ്യാർത്ഥിയാണ്, അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഇതുവരെ അപേക്ഷിച്ച വിദ്യാർത്ഥികൾ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾ മുൻ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തതുപോലെ റിസൾട്ട് ഒന്നും പ്രസിദ്ധീകരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു സ്റ്റെപ്പുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ നേരിട്ട് ഈ ഒരു നോഡൽ പോളിടെക്നിക് കോളേജിൽ പോയിക്കൊണ്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടത്. അല്ലാതെ റിസൾട്ട് വരുന്ന രീതിയിൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയുക എന്നുള്ള രീതിയല്ല എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കൗൺസിലിംഗ് ഓർ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പറോ മൊബൈൽ നമ്പറോ ഇവയിൽ ഏതെങ്കിലും ഒന്ന് നൽകി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി നൽകിയ ശേഷം നിങ്ങൾക്ക് ഇവിടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് 3 ജില്ലകളിലേക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതുകൂടാതെ തന്നെ ഇതിനോടൊപ്പം ഈ ഒരു 3 ജില്ലകളോടൊപ്പം തന്നെ ഇടുക്കിയും അതുപോലെ തന്നെ വയനാടും നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഇതിനോടൊപ്പം ആഡ് ചെയ്യാം. അതായത് ടോട്ടൽ 5 ജില്ലകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ദിവസം തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു 5 ജില്ലകളിലും ഈ ഒരു ഷെഡ്യൂൾ പ്രകാരം ഡേറ്റ് എങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ജില്ലകളിലേക്ക് നിങ്ങൾക്ക് പകരം മറ്റൊരാളെ അയക്കാവുന്നതാണ്. മറ്റൊരാളെ അയക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓതറൈസേഷൻ ലെറ്ററും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധ സർട്ടിഫിക്കറ്റിൻ്റെയും നിങ്ങൾ അറ്റസ്റ്റ് ചെയ്ത കോപ്പിയും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന സ്പോട്ട് രജിസ്ട്രേഷൻ ആയിട്ടുള്ള, അതായത് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ്റെ സ്ലിപ്പിൻ്റെ കോപ്പികളും അവരുടെ കയ്യിലും നൽകേണ്ടതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ കുറേ പേരെ നിങ്ങൾ അയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അവസാനം എവിടെയാണോ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് അതായിരിക്കും നിങ്ങളുടെ അഡ്മിഷനായിട്ട് കണക്കാക്കുക. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു ജില്ലയെ വേണ്ടുമെങ്കിൽ ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യുക. ഇനി രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ പ്രിൻറ്റ് കൗൺസിലിംഗ് ഓർ സ്പോട്ട് അഡ്മിഷൻ, അത് സ്പോട്ട് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറോ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പറോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ നൽകി ഡേറ്റ് ഓഫ് ബർത്ത് കൂടി നൽകി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആ രജിസ്ട്രേഷൻ സ്ലിപ്പിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തു വെക്കുക. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, ഇവിടെ അതായത് വേക്കൻസി പൊസിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏത് ജില്ലയിലെ വേക്കൻസിയാണ് അറിയേണ്ടത് ആ ഒരു ജില്ല സെലക്ട് ചെയ്യുക. അവിടുത്തെ ഏത് പോളിടെക്നിക് കോളേജിൻ്റേതാണ് അറിയേണ്ടത് ആ ഒരു പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ ഓരോ വിഭാഗത്തിലും എത്ര വീതം വേക്കൻസി ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെയുള്ള ഹോം പേജിൽ വന്ന ശേഷം, അതായത് ഇവിടെ ഈ ഒരു പേജിൽ വന്ന ശേഷം കൗൺസിലിംഗ് ഓർ സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ പോളിടെക്നിക് കോളേജിൻ്റെയും, അതായത് ഓരോ ജില്ലയിലെ പോളിടെക്നിക് കോളേജിൻ്റെയും ആ ഒരു ഷെഡ്യൂളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ടോട്ടൽ 14 ജില്ലകളിൽ 14 നോഡൽ പോളിടെക്നിക് കോളേജസ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചില കോളേജിൻ്റെ വന്നിട്ടില്ല. അപ്പോൾ അത് ഉടൻ തന്നെ ഇന്ന് രാത്രിയോടെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ഷെഡ്യൂൾ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടുത്തെ, അതായത് തൃശ്ശൂരിലെ ആ ഒരു പോളിടെക്നിക് കോളേജാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ ഓരോ ജില്ലയിലും ഷെഡ്യൂൾ ഇതുപോലെ കാണാൻ സാധിക്കും. ചില ജില്ലകളിൽ ആണെങ്കിൽ അതായത് നിങ്ങളുടെ സ്ട്രീം 1ൻ്റെ റാങ്ക് ലിസ്റ്റ് ഇത്ര മുതൽ ഇത്ര വരെ എന്നുണ്ടാവും. ചിലതാണെങ്കിൽ ഇതേ രീതിയിലായിരിക്കും, അതായത് റാങ്ക് ഡീറ്റെയിൽസ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സ്ട്രീം 1ൻ്റെ റാങ്ക് നോക്കുക. അപ്പോൾ എത്രയാണ് നിങ്ങളുടെ റാങ്ക് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു അഡ്മിഷൻ, അതായത് സ്പോട്ട് അഡ്മിഷന് പോകുന്ന വിദ്യാർത്ഥികൾ എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ള കാര്യം ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അഡ്മിഷൻ പോർട്ടൽ വഴി സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ടതും അതിൻ്റെ കോപ്പി കയ്യിൽ കരുതേണ്ടതുമാണ്. അതുപോലെ തന്നെ കൗൺസിലിംഗിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുവരേണ്ടതാണ്. അതായത് SSLC, CBSE ഓർ CBSE സർട്ടിഫിക്കറ്റ് ഒറിജിനൽ, TC, അതുപോലെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ, ഇൻകം ആൻഡ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ, അതുപോലെ EWS NCL സർട്ടിഫിക്കറ്റ് ഒറിജിനൽ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഫീസ് അടക്കുന്നതിനായിട്ട് നിർബന്ധമായിട്ടും ATM കാർഡ് കയ്യിൽ കരുതേണ്ടതാണ്. 4105 രൂപ ആണ് ഈ ഒരു ഫീസ്. PTA ഫണ്ട് ക്യാഷ് എന്ന് പറയുന്നത് 3000 രൂപയാണ് അടക്കേണ്ടത്. ജില്ലയിലെ ഒഴിവുകളുടെ വിവരങ്ങൾ കറക്റ്റായിട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ സമയക്രമം പാലിച്ച് ഹാജരാവേണ്ടതാണ്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജിൽ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ അടച്ചതിന്, അതായത് അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ്, അതായത് അഡ്മിഷൻ നേടിയതിൻ്റെ ആ ഒരു ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ആ ഒരു കാര്യം ഈ ഒരു വീഡിയോയുടെ ഏറ്റവും അവസാനത്തോടെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ ടൈം കൊടുത്തത് കാണാം. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഓരോ കോളേജിൻ്റെയും കറക്റ്റായിട്ട് സ്ട്രീം 1ലുള്ള റാങ്ക് നോക്കിയിട്ടാണ് നിങ്ങൾ പോവേണ്ടത്. അപ്പോൾ ഇവിടെ 23-ാം തീയതി പോവേണ്ട വിദ്യാർത്ഥികളുടെ ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 8:30 മുതൽ 9 മണി വരെ നിങ്ങൾക്ക് 1 മുതൽ 10,000 വരെയുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള എല്ലാ വിഭാഗം വിദ്യാർത്ഥികളും. അപ്പോൾ ഈ ഒരു രീതിയിൽ അടുത്തത് 9:30 മുതൽ 10:30 AM വരെ
10,001 മുതൽ 15,000 വരെയുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു രീതിയിൽ ഇവിടെ ഓരോ വിദ്യാർത്ഥികളും ഏത് സമയത്താണ് നിങ്ങളുടെ റാങ്ക് സ്ട്രീം 1 റാങ്ക് നോക്കിയിട്ട് ഏത് സമയത്താണ് ഹാജരാവേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ട്രീം 1 റാങ്ക് നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാനായിട്ട്. ഇനി സ്ട്രീം 2 വിഭാഗത്തിൽ അതായത് ഈ ഒരു 26-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് സ്ട്രീം 2 വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത മുഴുവൻ വിദ്യാർത്ഥികളും ആ ഒരു സമയത്ത് അവിടെ ഹാജരാവേണ്ടത്. അതായത് നിങ്ങൾക്കിപ്പോൾ സ്ട്രീം 1 വഴി ഏതെങ്കിലും കോഴ്സിൽ അഡ്മിഷൻ ലഭിച്ച ആ ഒരു കോഴ്സ് ഇഷ്ടപ്പെട്ട് എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥി സ്ട്രീം 2 വിഭാഗത്തിൽ വീണ്ടും പോയിട്ട് അതിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. ഇനി വിദ്യാർത്ഥികൾ അടുത്ത് നമുക്ക് മറ്റൊരു കോളേജിൻ്റെ ഷെഡ്യൂൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇടുക്കിയുടേതാണ് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഓരോ പോളിടെക്നിക് കോളേജിൻ്റെയും കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ജസ്റ്റ് നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ ഷെഡ്യൂളിൽ കറക്റ്റായിട്ട് ഓരോ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു യൂണിഫോം ഫീസ്, PTA ഫണ്ട് എന്നിവയൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ആ ഒരു സമയത്ത് തന്നെ കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജില്ലാ തലത്തിലുള്ള പോളിടെക്നിക് കോളേജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ജില്ലയിലെ എല്ലാവിധ സർക്കാർ IHRD ശാസ്ത്രീയ പോളിടെക്നിക് കോളേജിലെ ഒഴിവുകളിലേക്കുള്ള പ്രവേശനം നിങ്ങൾക്ക് അതായത് സ്ട്രീം 1 അല്ലെങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് പറ്റുന്നതാണ്. അതായത് എല്ലാ പോളിടെക്നിക് കോളേജിലേക്കുമുള്ള അഡ്മിഷൻ ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവസരം കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാ പോളിടെക്നിക് കോളേജിലും സ്ട്രീം 1 റാങ്ക് വഴിയാണ് ആദ്യം അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള എല്ലാ ഭിന്നശേഷി PH വിഭാഗക്കാർക്കുമാണ് ഇവിടെ രാവിലെ 9 മണി മുതൽ 9:30 വരെ ഈ ഒരു അഡ്മിഷനായിട്ട് അതായത് സ്ട്രീം 1 അലോട്ട്മെൻറ്റിനായിട്ടുള്ള അവസരം നൽകിയിട്ടുള്ളത്. പിന്നീട് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് 9:30 മുതൽ 10 മണി വരെ, അതായത് റാങ്ക് നമ്പർ 1 മുതൽ 20,000 വരെയുള്ള വിദ്യാർത്ഥികളാണ് ആ ഒരു സമയത്ത് ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കേണ്ടത്. സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു ടൈം രജിസ്ട്രേഷനിൽ അതായത് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ അതായത് ഓൾറെഡി ഈ ഒരു പോളിടെക്നിക് കോളേജിലേക്ക് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ഈ ഒരു ടൈം രജിസ്ട്രേഷനിൽ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കൗൺസിലിംഗ് ഓർ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ജില്ലയിലേക്ക് രജിസ്ട്രേഷൻ ചെയ്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് 3 ജില്ലകളും അതുകൂടാതെ ഇടുക്കി, വയനാട് ജില്ലകൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ കൗൺസിലിംഗിൻ്റെ ആ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾ കറക്റ്റായിട്ട് ഷെഡ്യൂൾ നോക്കുക. ഷെഡ്യൂളിൽ സ്ട്രീം 1 നിങ്ങളുടെ റാങ്ക് എത്രയാണ്, നിങ്ങൾ ഏത് ദിവസമാണ് അല്ലെങ്കിൽ ഏത് ദിവസത്തെ ഏത് സമയത്താണ് ഹാജരാവേണ്ടത് എന്നുള്ള കറക്റ്റായിട്ട് മനസ്സിലാക്കി ആ ഒരു ദിവസം ഹാജരാവേണ്ട ടൈമിന് ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ പോളിടെക്നിക് കോളേജിൽ എത്തുന്ന രീതിയിൽ പോവുക. അപ്പോൾ അങ്ങനെ പോയിട്ട് നിങ്ങൾക്ക് അതിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അന്നേ ദിവസം തന്നെ ഓൺലൈനായിട്ട് നിങ്ങളുടെ ATM കാർഡോ UPI ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. PTA ഫണ്ടും യൂണിഫോം ഫീസും നിങ്ങൾ ആ ഒരു സമയത്ത് തന്നെ കോളേജിൽ അടക്കേണ്ടതായിട്ട് വരും. PTA ഫണ്ട് ഏകദേശം 3,000 രൂപയും അതുപോലെ യൂണിഫോം ഫീസ് ഏകദേശം ഒരു 1,500 രൂപയോളം ഫീസ് വരുന്നതാണ്. ഇനി നിങ്ങൾക്കിവിടെ ഈ ഒരു ഡീറ്റെയിൽസ് നടത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് കൗൺസിലിങ്ങിനുള്ള അപേക്ഷകർക്കുള്ള നിർദ്ദേശങ്ങൾ ഇത് ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അതായത് നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥി ആണ് എങ്കിൽ കൂടി നിങ്ങൾക്കിതിൽ പങ്കെടുക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് നിലവിൽ അഡ്മിഷൻ ലഭിച്ചവരിൽ സ്ഥാപന മാറ്റമോ ബ്രാഞ്ച് മാറ്റമോ ആഗ്രഹിക്കുന്നവർക്ക് പുതുതായിട്ട് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ പങ്കെടുക്കാം. നിലവിൽ പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള അപേക്ഷകൻ ആണെങ്കിൽ അഡ്മിഷൻ സ്ലിപ്പോ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റോ ഹാജരാക്കിയാൽ മതിയാകും. ശാസ്ത്രീയ പോളിടെക്നിക് കോളേജിലെ മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളിലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും അഡ്മിഷൻ സ്ലിപ്പോ ഫീസോ അടച്ചതിൻ്റെ റെസിപ്റ്റോ അഡ്മിഷൻ ലഭിച്ചതിൻ്റെ രേഖകളോ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു ഡീറ്റെയിൽസ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടുള്ള ഈ ഒരു ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നൽകിയിട്ടുണ്ട് ഓൾറെഡി ഈ ഒരു കൗൺസിലിങ്ങിനായിട്ടല്ല ഈ ഒരു പോളിടെക്നിക്കിലേക്ക് രജിസ്ട്രേഷൻ ചെയ്ത ഒരു വിദ്യാർത്ഥി ആയിരുന്നാലും കൗൺസിലിംഗ് ഓർ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ ഈ ഒരു കൗൺസിലിംഗ് വഴി അഡ്മിഷൻ നൽകുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് നോക്കും. അതായത് ഈ ഒരു സംസ്ഥാന തലത്തിലുള്ള റാങ്ക് ആയതുകൊണ്ട് തന്നെ ഒരു കോളേജിൽ സാധാരണത്തിൽ കുറേ വിദ്യാർത്ഥികളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം ഒരു റാങ്ക് 1 മുതൽ ഏകദേശം 10,000 വരെ വിദ്യാർത്ഥികളെ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളെ വിളിക്കുന്ന സമയത്ത് അതിൽ അത്രയും ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ഒരു ജില്ലയിൽ ഉണ്ടാവില്ല. കാരണം സംസ്ഥാന തലത്തിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു കൃത്യസമയത്ത് തന്നെ ഷെഡ്യൂൾ നോക്കി പോവുകയും അതിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾക്ക് ഏത് കോഴ്സിൽ ഏത് പോളിടെക്നിക് കോളേജിൽ ഏത് കോഴ്സിലാണ് വേക്കൻസി ഉള്ളത് അത് നോക്കിയിട്ട് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും. ഓൾറെഡി ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് നിങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ച് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് ജില്ലാതല കൗൺസിലിംഗ് അഡ്മിഷൻ അപേക്ഷകർക്കുള്ള നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നാളെ മുതൽ ജൂലൈ 26 വരെയാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് പോവേണ്ടത്, നിങ്ങളുടെ റാങ്ക് എത്രയാണ്, സ്ട്രീം 1 റാങ്ക് എത്രയാണ് എന്നുള്ളത് നോക്കിയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ പോളിടെക്നിക് കോളേജിൽ പോയിട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.